ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാഡോ അക്കാഡമി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് NCERTയുടെ 6ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ചാപ്റ്റർ 12 ആണ്. അവസാനത്തെ ചാപ്റ്ററാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിയോണ്ട് എർത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നുബ്ര വാലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ ലഡാക്കിൽ. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റീജിയനാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും. അടിപൊളി സ്ഥലമാണ്. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലൗഡ് ഓൾമോസ്റ്റ് ഇല്ല. ക്ലൗഡ്ലെസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം ഈ ഏരിയയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൈ രാത്രിയാകുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഫുൾ ഇതേപോലെ സ്റ്റാർസ് നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയിൽ പോലെ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ലഡാക്കിൽ പോയാൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ലഡാക്കിനുണ്ട്. ഓക്കെ, അത് ഈ എക്സാക്ട് സ്ഥലത്താണ്. ഹാൻഡ്ലേ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒബ്സർവേറ്ററി ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ലഡാക്കിലെ സ്റ്റാറിനൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് ലഡാക്കിലെ ഒബ്സർവേറ്ററീസ് ഒക്കെ അവൈലബിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏർലിയർ ടൈംസിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ നമ്മൾ ഫോമിങ് പാറ്റേൺസ് ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ നമ്മൾ കോൺസ്റ്റലേഷൻസ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കറൻ്റ്ലി നമ്മൾ ആ ഒരു റീജിയൻ ഓഫ് സ്കൈ വിച്ച് ഇൻക്ലൂഡ് ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്, അതിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. പണ്ട് ഈ പാറ്റേൺ ആയിരുന്നു കോൺസ്റ്റലേഷൻ നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ആ പാറ്റേൺ ഉൾപ്പെടുന്ന ആ ഒരു റീജിയനാണ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും കോൺസ്റ്റലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻലി അത് തന്നെയാണ്. ഏത് പാറ്റേൺസിനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓരോ കൾച്ചേഴ്സിനും ഓരോരോ കോൺസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊരു ഇൻ്റർനാഷണൽ ആയിട്ടൊരു അക്സെപ്റ്റൻസ് കൊണ്ടുവരാൻ വേണ്ടി ഇൻ്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ 20th സെഞ്ച്വറിയിൽ ഒരു 88 കോൺസ്റ്റലേഷനെ ഒഫീഷ്യലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 88 റീജിയനായിട്ട് സ്കൈനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദീസ് റീജിയൻസ് ഓഫ് സ്കൈ ആർ നൗ ഡിഫൈൻഡ് ആസ് കോൺസ്റ്റലേഷൻസ്. അപ്പോൾ 88 കോൺസ്റ്റലേഷൻസ് ഉണ്ട് ബേസിക്കലി. ഇനി ഇത് കോൺസ്റ്റലേഷൻ ഓറിയൺ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റലേഷൻ ഉണ്ട്. അതിനെ 100 ആയിട്ടാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, അതിൻ്റെ റീസൺ അതിൻ്റെ ഷേപ്പാണ്. ആ ഷേപ്പ് എങ്ങനെയാണോ ആ ഒരു പേരിലായിരിക്കും ആ ഒരു കോൺസ്റ്റലേഷൻ അറിയപ്പെടുന്നത് പൊതുവേ. ഓക്കെ, അടുത്തത് ഓറിയോൺ ഫോളോഡ് ബൈ ഹിസ് ഡോഗ്. ഓക്കെ, ചില ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിയോൺ ആയ ഹണ്ടറിൻ്റെ ഡോഗിൻ്റെ ഷേപ്പിലുള്ള കോൺസ്റ്റലേഷനാണ് കാനിസ് മേജർ. കാനൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, കാനൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് എന്നുള്ളൊരു മീനിങ് ആണ് കാനൈൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡോഗ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് കാനിസ് മേജറാണ്. ഇനി ഒരു ബുള്ളിൻ്റെ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് ടോറസ് ആണ്. കാനിസ് മേജർ കണ്ടെയ്ൻസ് എ സ്റ്റാർ കോൾഡ് സിറിയസ്. അപ്പോൾ സിറിയസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. സിറിയസ്, കാനിസ് മേജർ, ഒരു ഡോഗിൻ്റെ ഷേപ്പല്ലേ ഇത്? നോക്കിയേ, കണ്ടോ, ഒരു ഡോഗിൻ്റെ ഷേപ്പല്ലേ? അപ്പോൾ ഈ ഡോഗിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ കാനിസ് മേജർ എന്ന് പേര് വന്നത്. ഈ കാനിസ് മേജറിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു ബ്രൈറ്റ് സ്റ്റാർ ഉണ്ട്, അതിനാണ് സിറിയസ് എന്ന് പറയുന്നത്. ഈ സിറിയസ് ആണ് നമ്മുടെ നൈറ്റ് സ്കൈയിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്റ്റാറും. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അതാ ഓറിയൺ കണ്ടല്ലോ, ഒരു ഹണ്ടർ ഇങ്ങനെ അമ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു രീതിയിലുള്ള കോൺസ്റ്റലേഷൻ അല്ലേ, അതുകൊണ്ടാണ് 100 എന്ന് പേര് വന്നത്. ടോറസിന് ഒരു ബുള്ളിൻ്റെ ഷേപ്പില്ലേ, ബുള്ളിൻ്റെ കൊമ്പ് പോലെയൊക്കെ ഇരിക്കുന്നില്ലേ, അതുകൊണ്ടാണ് ടോറസിന് ബുള്ളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇന്ത്യൻ ആസ്ട്രോണമി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നക്ഷത്ര എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർ എന്ന് പണ്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതുണ്ട്. അപ്പോൾ അന്നത്തെ പേരുകൾ ഇതൊക്കെയായിരുന്നു. ആർദ്ര എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാർ കോൾഡ് ബെറ്റൽ ഗ്യൂസ്. ഇതാ നമ്മുടെ ഓറിയോണിലുള്ള ഒരു സ്റ്റാറിൻ്റെ പേരാണ് ആർദ്ര. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ ആക്ച്വൽ നെയിം ഇംഗ്ലീഷുകാർ ഇട്ടേക്കുന്ന ബെറ്റൽ ഗ്യൂസ് എന്നാണ്. ഓക്കെ, ഓറിയൻ കോൺസ്റ്റലേഷനിലാണ്. പിന്നെ കൃത്തിക എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. കൃത്തിക എവിടെയാണ്? ഇവിടെയാണ് കൃത്തിക. ഇതൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസാണ്, കാണുമ്പോഴേ അറിയാം അല്ലേ, ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസാണ് ഇവിടെ. പിന്നെന്താണ്? ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് കോൾഡ് പ്ലിയാഡസ് ഇൻ ദ ടോറസ് കോൺസ്റ്റലേഷൻ. ടോറസ് കോൺസ്റ്റലേഷനിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസാണ് ഈ കൃതിക എന്നാണ് പറയുന്നത്. ആൽഡെബാരൻ, രോഹിണി എന്ന് പറയുന്ന നക്ഷത്രമാണ് ആൽഡെബാരൻ. ഇത് നമ്മുടെ ടോറസ് കോൺസ്റ്റലേഷനിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ മെയിനായിട്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിടാ, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 തവണ കേൾക്കുമ്പോൾ സെറ്റാവും. ഓക്കെ, ഇനി 2 ഡിസ്റ്റിങ് പാറ്റേൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. ഓക്കെ, ബിഗ് ഡിപ്പറും ലിറ്റിൽ ഡിപ്പറും എന്നാണ് പറയുന്നത്. ഇതിനെ ആസ്റ്ററിസം എന്നൊക്കെ പറയാം, നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിക്കും. തൽക്കാലം നമുക്ക് ബിഗ് ഡിപ്പറും ലിറ്റിൽ ഡിപ്പറും ഒന്ന് പഠിച്ചാൽ മതി. ബേസിക്കലി
സ്റ്റാർസിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ്, കോൺസ്റ്റലേഷൻ അല്ല, പക്ഷേ കുറച്ച് ഡിഫറെൻറ്റ് സംഭവമാണിത്. നമുക്ക് നോക്കാം. ഇതാ ബിഗ് ഡിപ്പർ ഇങ്ങനെ ഇരിക്കും, ലിറ്റിൽ ഡിപ്പർ ഇങ്ങനെ ഇരിക്കും. ഇനി ദ പോൾ സ്റ്റാർ ഓർ പൊളാരിസ് ഈസ് പാർട്ട് ഓഫ് ദ ലിറ്റിൽ ഡിപ്പർ. ഇതാ ഈ ലിറ്റിൽ ഡിപ്പറിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു സ്റ്റാറാണ് പോൾ സ്റ്റാർ. ഇതാ കണ്ടല്ലോ, പോൾ സ്റ്റാർ ഇതാ ഇവിടെയാണ്. അത് നമ്മൾ ലിറ്റിൽ ഡിപ്പറിൻ്റെ ഒരു പാർട്ടാണ്. പോൾ സ്റ്റാർ അപ്പിയർ സ്റ്റേഷനറി ഇൻ ദ നോർത്ത് ഡയറക്ഷൻ വിച്ച് ഹെൽപ്സ് ടു ലൊക്കേറ്റ് ദ നോർത്ത് ഡയറക്ഷൻ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പം നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ നോർത്ത് ഡയറക്ഷനിലോട്ട് പോകണമെങ്കിൽ ഈ പോൾ സ്റ്റാറിനെ ഫോളോ ചെയ്താൽ മതി, ബേസിക്കലി അത്രേ ഉള്ളൂ. ഇനി ദ ബിഗ് ഡിപ്പർ ലൈസ് ഇൻ ദ കോൺസ്റ്റലേഷൻ ഉർസ മേജർ. ഉർസ മേജർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ്റെ ഒരു പാർട്ടാണ് ഈ ബിഗ് ഡിപ്പർ. വൈൽ ദ ലിറ്റിൽ ഡിപ്പർ ലൈസ് ഇൻ ദ കോൺസ്റ്റലേഷൻ ഉർസ മൈനർ. അപ്പോൾ ഉർസ മേജറിലാണ് ബിഗ് ഡിപ്പർ, മേജറാണ് ബിഗ് എന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ലിറ്റിൽ ഡിപ്പർ അപ്പം മൈനറിലായിരിക്കും, ഉർസ മൈനറിലായിരിക്കും. ഓക്കെ. ഇൻ ഇന്ത്യ ദ ബിഗ് ഡിപ്പർ ഈസ് നോൺ ആസ് സപ്തഋഷി. ബിഗ് ഡിപ്പറിനെ ഇന്ത്യയിൽ സപ്തഋഷി എന്നാണ് അറിയപ്പെടുന്നത്. പോൾ സ്റ്റാറിനെ ധ്രുവതാര എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സിമ്പിൾ. ഇനി എന്താ പറയുന്നത്, ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. The presence of excessive artificial light at night time is referred to as light pollution. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ലഡാക്കിൽ പോയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് സ്റ്റാർസിനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്തൊരു ഏരിയയും കൂടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതേസമയം നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്നൊക്കെ നോക്കിയാലോ കാണാൻ പറ്റത്തില്ല ഒട്ടും. കാരണം വേറൊന്നുമല്ല, ലൈറ്റ് പൊല്യൂഷൻ കൂടുതലുണ്ട്. ഒരുപാട് ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് നമുക്ക് ചുറ്റുമുണ്ട്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. സിമ്പിൾ ആൻസറാണ്. നിങ്ങൾ വേറൊന്നും നോക്കണം. നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് അധികം ലൈറ്റൊന്നും ഇല്ലാത്ത ചിലപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ക്ലിയർ ആയിട്ട് ഒരുപാട് സ്റ്റാർസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഏരിയയിൽ ലൈറ്റ് പൊല്യൂഷൻ കുറവാണ്, അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് സ്കൈ കാണാം. ഓക്കെ, നിങ്ങൾ ചെറിയൊരു കാടുള്ളൊരു ഏരിയയിൽ പോകുമ്പോഴേ അങ്ങനെയാണ്. അപ്പം ഇമാജിൻ ചെയ്ത് നോക്കും, വലിയൊരു ലഡാക്ക് പോലത്തെ വലിയൊരു ഏരിയയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ലൈറ്റ് പൊല്യൂഷൻ ഒരു ഗ്ലോബൽ ഫിനോമിനൻ ആണ്, ഇപ്പോൾ എല്ലായിടത്തും ഇതുണ്ട്. ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിക്കലി അവിടെ നമ്മൾ ലൈറ്റ് പൊല്യൂഷൻ മാക്സിമം പ്രിസർവ് ചെയ്ത് വെക്കും, ലൈറ്റ് പൊല്യൂഷൻ കുറച്ച് വെച്ചേക്കും. വേറൊന്നിനും അല്ല, റിസർച്ച് പർപ്പസസിന് തന്നെയാണ്. ഓക്കെ, സിമ്പിളാണ്. ഈ സ്കൈ മാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്കതിൽ കോൺസ്റ്റലേഷൻ പ്ലാനറ്റ്സിനെയൊക്കെ പറ്റി പഠിക്കാം. സ്റ്റെല്ലേറിയം എന്ന് പറഞ്ഞ വേറൊരു ആപ്പുണ്ട്, അതും ഈ സെയിം കാര്യത്തിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒന്നും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളില്ല. ഓക്കെ, നമ്മൾ സണ്ണിനെ പറ്റിയാണ് ഇനി പറയുന്നത്. സൺ ഈസ് 100 times ബിഗർ ദാൻ ദ എർത്ത് ഇൻ ഡയമീറ്റർ. ഡയമീറ്ററിൽ നോക്കുകയാണെങ്കിൽ എർത്തിനെക്കാട്ടിയും 100 times ബിഗറാണ് നമ്മുടെ സൺ. സണ്ണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ലൈറ്റാണ് മെയിൻ സോഴ്സ് ഓഫ് എനർജി ആണെന്നൊക്കെ അറിയാമല്ലോ, അതൊന്നും ഞാൻ ജസ്റ്റ് പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് ഡിസ്റ്റൻസ് ഓഫ് സൺ ഫ്രം ദ എർത്ത് ഈസ് അബൌട്ട് 150 million kilometer. 150 million കിലോമീറ്റേഴ്സാണ് സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഡിസ്റ്റൻസസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് നമ്മൾ സെൻറ്റിമീറ്റർ 2 സിറ്റികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ എടുക്കുന്നില്ല എന്നൊക്കെ. വലിയ ദൂരമാകുമ്പോൾ നമ്മൾ കൺവീനിയൻ്റ്ലി കിലോമീറ്ററിലോട്ട് സ്വിച്ച് ചെയ്യും. ചെറിയ ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ വലിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ളൊരു യൂണിറ്റാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. അപ്പോൾ ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് 150 million kilometer ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് 1 AU എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദ സൺ ഈസ് ദ ബ്രൈറ്റസ്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് വാസ് എലിവേറ്റഡ് ഏൻഷ്യൻറ്റ്. സൂര്യ എന്ന് പറയുന്ന പേരിലാണ് സണ്ണിനെ വർഷിപ്പ് ചെയ്തിരുന്നത് ഇന്ത്യയിൽ. അറിയാമല്ലോ, ഓക്സിജൻ തരും, റെസ്പോൺസിബിൾ. ക്ലൈമറ്റിന് സീസണും ഒക്കെ റെസ്പോൺസിബിൾ സണ്ണാണ് കേട്ടോ. സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്ലൈമറ്റ്, സീസൺസ്, വെതർ, വാട്ടർ സൈക്കിൾ, ഇതിനെല്ലാം റെസ്പോൺസിബിളാണ്. അവർ സൺ ഈസ് ഓൾസോ എ സ്റ്റാർ. അതറിയാമല്ലോ, നമ്മളെ സൺ ഒരു സ്റ്റാറാണ്.
ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മളെ അടുത്തുള്ള മറ്റൊരു സ്റ്റാർ, സണ്ണിന് ശേഷം ഉള്ള അടുത്തുള്ള മറ്റൊരു സ്റ്റാറിനെയാണ് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത്. വിച്ച് ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് അബൌട്ട് 2690000 AU. അപ്പോൾ എന്ത് ഡിസ്റ്റൻസ് ആണെന്ന് നോക്കിയാൽ 1 AU ആണ് നമ്മൾ പറഞ്ഞ സണ്ണും നമ്മളെ എർത്ത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് നോക്കിയേ 2690000 AU ആണ്. അപ്പോൾ ഭയങ്കര ഡിസ്റ്റൻസ് ആണത്. ദിസ് മീൻസ് ദാറ്റ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഈസ് അബൌട്ട്, അത് തന്നെ നമ്മളെ എർത്ത് സണ്ണിനും ഉള്ള ഡിസ്റ്റൻസ് ഇൻറ്റു ഇത്രയും ടൈംസാണ് പ്രോക്സിമ സെഞ്ചുറിയും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ എർത്തിന് മൂവ്മെൻ്റ് ഉണ്ടെന്ന് അറിയാമല്ലോ. എർത്ത് സൂര്യന് ചുറ്റും കറങ്ങുമെന്ന് അറിയാമല്ലോ. മോസ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് മൂവ് അറൗണ്ട് ദ സൺ. ദിസ് മൂവ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. അപ്പോൾ ഇത് നമ്മുടെ സണ്ണാണ്, ഇത് എർത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ എർത്ത് ഇങ്ങനെ സണ്ണിന് ചുറ്റും ഇങ്ങനെ 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 പോകുന്നതിനാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ. ദ പ്ലാനറ്റിനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാമല്ലോ. ലാർജ് സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് ആണ്, എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യും, അതൊക്കെ തന്നെയാണ്. വൈൽ റിവോൾവിങ് അറൗണ്ട് ദ സൺ, എർത്ത് ഈസ് ഓൾസോ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ് ആക്സിസ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് സണ്ണാണ്, ഇത് എർത്താണ്. എർത്ത് ഇങ്ങനെ സണ്ണിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ റിവോൾവ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ എർത്തും തനിയെ ഇരുന്ന് കറങ്ങുന്നുണ്ട്. കറങ്ങി 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 ഇങ്ങനെ 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 ഇങ്ങനെയാണ് എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. മനസ്സിലായോ? സിമ്പിൾ കോൺസെപ്റ്റാണ്, അത്രേ ഉള്ളൂ. 24 മണിക്കൂർ എടുക്കും എർത്തിന് ഒരു ഫുൾ റൊട്ടേഷൻ ചെയ്യാൻ. ഇപ്പോൾ റൊട്ടേഷനും റെവല്യൂഷനും മാറിപ്പോകരുത് നിങ്ങൾക്ക്. റൊട്ടേഷൻ എർത്ത് തനിയെ ചെയ്യുന്നതാണ്, റെവല്യൂഷൻ എർത്ത് സണ്ണിന് ചുറ്റും ചെയ്യുന്നതാണ്. ഓക്കെ, സിമ്പിൾ. ദ എർത്ത് ടേക്ക് അബൌട്ട് 24 hours. അതുകൊണ്ടാണ് നമ്മളതിനെ ഒരു ഡേ എന്ന് പറയുന്നത്. 24 hours എടുത്താണ് എർത്ത് ഫുള്ളി ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. മറ്റ് പ്ലാനറ്റ്സും ഇത് റൊട്ടേഷനൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ പിന്നീട് നമ്മൾ നോക്കാം എന്നാണ് അതിൽ പറയുന്നത്. ഇതാണ് നമ്മളെ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു വ്യൂ. മെർക്കുറി ആണ് ഈ കാണുന്നത്. മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറേനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. അതൊരു ഓർത്തിരിക്കാൻ ഒരു കോഡുണ്ട്. മൈ വെരി എഫിഷ്യൻറ്റ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നട്ട്സ്. ഓക്കെ, അങ്ങനെ ആലോചിച്ചിരുന്നാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഓർത്തിരിക്കാം. മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, സിമ്പിൾ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 എണ്ണവും അവസാനത്തെ 4 എണ്ണവും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ട്, ഒരു കുറേ പൊടി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ഇതിനാണ് നമ്മൾ ആസ്റ്റീരിയോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ് കഴിഞ്ഞതിന് ശേഷം ആസ്റ്റീരിയോയിഡ് ബെൽറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ വരുന്നത്. ജസ്റ്റ് അത്രയൊന്ന് അറിഞ്ഞിരിക്കുക. ഫ്രം ഏൻഷ്യൻ ടൈംസ് വേരിയസ് നെയിംസ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ പ്ലാനറ്റ്സ്. ഓക്കെ, നമ്മളെ ഇന്ത്യൻ നെയിംസ് ആണ് പറയുന്നത്. മെർക്കുറി ബുദ്ധ എന്നറിയപ്പെടും, ശുക്രന് വീനസ് എന്നറിയപ്പെടും, എർത്തിനെ പൃഥ്വി എന്നറിയപ്പെടും, മംഗള എന്നറിയപ്പെടും മാഴ്സ്, ബൃഹസ്പതി അല്ലെങ്കിൽ ഗുരു എന്നറിയപ്പെടും ജൂപ്പിറ്ററിനെ, ശനി സാറ്റേൺ ആണ്, അറിയാമല്ലോ. ഇനി വീനസിനെ നമ്മൾ മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കും, ഈവൻ ദോ അതൊരു സ്റ്റാർ അല്ലെങ്കിലും പേരങ്ങനെയാണ്. പിന്നെ മാഴ്സിനെ നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കും, കാര്യം അത് റെഡ് കളറിലാണ് കാണപ്പെടുന്നത്. വേറൊന്നുമല്ല റീസൺ, മാഴ്സിലുള്ള സോയിൽ റെഡിഷ് കളറാണ്. ഇനി നമ്മുടെ എർത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കും. റീസൺ എന്തായിരിക്കും? വാട്ടർ തന്നെയാണ് അല്ലേ. ഒരുപാട് വാട്ടർ എർത്തിലുള്ളതുകൊണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ബ്ലൂ കളറായിട്ട് തോന്നും. അതുകൊണ്ടാണ് എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഫാർദർ ദേ ആർ ദ കോൾഡർ ദേ ആർ ഇൻ ജനറൽ. അതായത് ഇത് സണ്ണാണ്, ഇത് നമ്മുടെ സോളാർ സിസ്റ്റം, മെർക്കുറി, വീനസ്, എർത്ത്, അങ്ങനെ ഓരോരോ ഓർബിറ്റിലാണല്ലോ ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം പോകുന്തോറും കോൾഡർ ആയിക്കൊണ്ടിരിക്കും, അതാണ് പറയുന്നത്, കോൾഡ് ആയിക്കൊണ്ടിരിക്കും. സിമ്പിൾ. പിന്നെ ഇവിടെ പറയുന്നത് ദ പ്രസൻസ് ഓഫ് ആൻ അറ്റ്മോസ്ഫിയർ ക്യാൻ ട്രാപ്പ് ഹീറ്റ് ആൻഡ് മേക്ക് എ പ്ലാനറ്റ് ഹോട്ടർ. അതുകൊണ്ടാണ് വീനസിൽ മെർക്കുറിയെക്കാട്ടിയും ചൂടുള്ളത്. ഈവൻ ദോ മെർക്കുറി, വീനസ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിലും മെർക്കുറിയെക്കാട്ടിയും ചൂടുള്ളത് വീനസിലാണ്. കാര്യം വീനസിന് അത് ട്രാപ്പ് ചെയ്ത് വെക്കാൻ പറ്റും, അറ്റ്മോസ്ഫിയർ ഉണ്ട്. മെർക്കുറിക്ക് അറ്റ്മോസ്ഫിയർ ഇല്ല. അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടെ തണുപ്പായിരിക്കും, ഈവൻ ദോ എർത്തിനടുത്താണെങ്കിലും. മനസ്സിലായോ? അതാ നോക്കിയേ, മെർക്കുറി, വീനസ് കണ്ടോ. നേരത്തെ ഞാൻ എർത്താണെന്ന് പറഞ്ഞു, എർത്തിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു തോന്നുന്നു. സണ്ണിൻ്റെ അടുത്താണ് മെർക്കുറി, പക്ഷേ എന്നാലും
ചൂട് കൂടുതൽ വീനസിലാണ്. കാരണം വീനസിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്, അതുകൊണ്ട് അവിടുത്തെ ചൂടിനെ ട്രാപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. മെർക്കുറിയിൽ അതില്ല, അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് ട്രാപ്പ് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. സിമ്പിൾ. ഓക്കെ. പണ്ട് പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റും കൂടെ നമ്മൾ സോളാർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഡ്വാർഫ് പ്ലാനറ്റാണ്. അതുകൊണ്ട് 2006 ഇൻ്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ IAU 2006 പ്ലൂട്ടോയെ ഒരു ഡ്വാർഫ് പ്ലാനറ്റായിട്ട് കാറ്റഗറൈസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പ്ലൂട്ടോ ഇല്ല. സിമ്പിൾ. ഇനി മെർക്കുറി, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, ഇത്രയും പ്ലാനറ്റ്സിനെ നമുക്ക് നേക്കഡ് ഐ കൊണ്ട് തന്നെ കാണാൻ പറ്റും. ഓക്കെ. ഇനി എന്താണ്, ഇനി നാച്ചുറൽ സാറ്റലൈറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് സാറ്റലൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റ് ദാറ്റ് മൂവ് എറൗണ്ട് പ്ലാനറ്റ് ആർ കോമൺലി കോൾഡ് എ സാറ്റലൈറ്റ്. അപ്പോൾ ഒരു പ്ലാനറ്റിൻ്റെ ചുറ്റും കറങ്ങുന്ന ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ സാറ്റലൈറ്റ് ഏതായിരിക്കും? മൂൺസ് എന്നും പറയും കേട്ടോ ഈ സാറ്റലൈറ്റ്സിനെ. പിന്നെ എർത്തിനൊരു മൂണേ ഉള്ളൂ, നമ്മുടെ മൂൺ തന്നെയാണ്, പേര് മൂൺ തന്നെയാണ്. മാർസിന് 2 മൂണുണ്ട്, ഫോബോസും ഡെയ്മോസും, അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. പിന്നെ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇവർക്കൊക്കെ ഒരുപാട് നമ്പർ ഓഫ് മൂൺസ് ഉണ്ട്. പിന്നെ നമ്മുടെ മൂണിനെ പറ്റിയുള്ള കാര്യമാണ് ജസ്റ്റ് ഇവിടെ നിന്ന് പറയുന്നത്. എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് മൂണാണ്. 27 ദിവസം എടുക്കും ഒരു കംപ്ലീറ്റ് റെവല്യൂഷന്. റെവല്യൂഷൻ എന്താണ്? ഇത് എർത്താണെങ്കിൽ എർത്തിന് ചുറ്റും കറങ്ങുന്നതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് സണ്ണാണെങ്കിൽ സണ്ണിന് ചുറ്റും കറങ്ങുന്നതിനാണ് എന്ത് പറയുന്നത്? റെവല്യൂഷൻ എന്ന് പറയുന്നത്. ആര് കറങ്ങും? എർത്ത് കറങ്ങും അല്ലേ. ഇറ്റ് ഈസ് അവർ നിയറസ്റ്റ് നൈബർ. അപ്പം നമ്മുടെ എർത്തിൻ്റെ ഏറ്റവും നിയറസ്റ്റ് നൈബറാണ് ആര്? മൂൺ. ഇൻ സ്പേസ് അൺലൈക്ക് ഓൺ എർത്ത് അറ്റ്മോസ്ഫിയർ ഇല്ല, നമ്മുടെ മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ല. കുറച്ച് ക്രേറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും മൂൺ നോക്കിക്കഴിഞ്ഞാൽ. ബൗൾ ഷേപ്പിൽ ഇങ്ങനെ ഒരുപാട് കുഴികൾ നമുക്ക് മൂണിൽ കാണാൻ പറ്റും. ഇത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്റ്റീരിയോയിഡ്സ് വന്ന് ഇടിക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി ഇൻ ജനറൽ എനി ഒബ്ജക്റ്റ് ദാറ്റ് മൂവ്സ് അറൗണ്ട് ഒരു സെക്കൻഡ്. In general, any object that moves around a much larger object can be called as a satellite. അപ്പോൾ സണ്ണിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന എർത്തിനെ നമുക്ക് സണ്ണിൻ്റെ സാറ്റലൈറ്റാണ് എർത്ത് എന്ന് പറയാം. അത്രേ ഉള്ളൂ. മൂന്നും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വെറും 3,84,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അത് വളരെ കുറവല്ലേ? സ്പേസിൻ്റെ ടേംസിൽ നമ്മൾ പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ നല്ല കുറവാണ്. ഓക്കെ. ഇനി ഇത് കണ്ടോ, കാർട്ടോസാറ്റ് ISRO എന്ന് എഴുതിയേക്കുന്നത്. കാർട്ടോഗ്രഫിക്ക് യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റാണ് ISROയുടെ. അതുകൊണ്ടാണ് കാർട്ടോസാറ്റ് എന്ന് പേര് വന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാവുന്നതാണ്. ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നതിൽ ഇമേജ് ഫോട്ടോഗ്രഫിക്ക് യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് ഏതാണെന്നോ അങ്ങനെ എന്തെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് എഴുതാം, കാർട്ടോസാറ്റ്. ഓക്കെ. ഇനി നമ്മളെ ചന്ദ്രയാനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ചന്ദ്രയാൻ 1 എന്നാ ലോഞ്ച് ചെയ്തത് 2008 ചന്ദ്രയാൻ 2 2019 ചന്ദ്രയാൻ 3 2023 ജൂലൈയിലാണ്. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം ലാൻഡർ എന്നായിരുന്നു. റോവറിൻ്റെ പേര് പ്രഗ്യാൻ റോവർ എന്നായിരുന്നു. സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എവിടെയാണ്? മൂണിലാണ്. ശിവശക്തി എന്ന് പറഞ്ഞ പോയിന്റിലാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. അത് ഇതിൽ പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. 23 ഓഗസ്റ്റ് 2023 അത് ലാൻഡ് ചെയ്തത്. ഓക്കെ, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. 23 ഓഗസ്റ്റ് 2023 ലാൻഡ് ചെയ്തത്. ഇന്ത്യ ബിക്കം ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ലാൻഡ് ഓൺ ദ സൗത്ത് പോൾ ഓഫ് ദ മൂൺ. മൂണിൻ്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്ത ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് ഇന്ത്യ. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതുകൊണ്ട് തന്നെ 23 ഓഗസ്റ്റായ കണ്ടല്ലോ, 23 ഓഗസ്റ്റായ നമ്മുടെ ചന്ദ്രയാൻ ദൗത്യം സക്സസ്ഫുൾ ആയ ആ ദിവസം 23 ഓഗസ്റ്റിന് നമ്മൾ നാഷണൽ സ്പേസ് ഡേ എന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചന്ദ്രയാൻ 4 പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ തിരിച്ച് അവിടെ നിന്ന് കൊണ്ടുവരിക, റോക്ക് സാമ്പിൾസ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ്. ഇനി ആസ്റ്റീരിയോയിഡ്സ് ഉണ്ട്. ആസ്റ്റീരിയോയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റോക്കി ഷേപ്പാണ്, ഇറഗുലർ ഷേപ്പാണ്. അതിനെയാണ് ആസ്റ്റീരിയോയിഡ്സ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ആ ബെൽറ്റിൽ കാണിച്ചല്ലോ കുറേ പൊടി പോലെ ഇങ്ങനെ കിടക്കുന്നത്, അതിനെയാണ് ആസ്റ്റീരിയോയിഡ്സ് എന്ന് പറയുന്നത്. ആസ്റ്റീരിയോയിഡ് ബെൽറ്റാണത്. അല്ല, ഓരോ സംഭവത്തിനെയും നമുക്ക് ആസ്റ്റീരിയോയിഡ് എന്ന് പറയാം. മെനി ഓഫ് ദീസ് ആസ്റ്റീരിയോയിഡ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ദ പാത്ത് ദാറ്റ് ലൈസ് ബിറ്റ്വീൻ മാർസ്. നേരത്തെ പറഞ്ഞല്ലോ, മാർസിൻ്റെ ജൂപ്പിറ്ററിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ബെൽറ്റ് കാണപ്പെടുന്നത്. അതിനെയാണ് ആസ്റ്റീരിയോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. സൈസസ് ഓഫ് ആസ്റ്റീരിയോയിഡ് ആർ ഫ്രം 10 മീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെയുള്ള സാധനങ്ങളെ നമുക്ക് ആസ്റ്റീരിയോയിഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്ത കോമറ്റ്സ് ആണ് വരുന്നത്. കോമറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ലോങ് ടെയിലുള്ള സാധനങ്ങളാണ് അല്ലേ? കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ ഫോട്ടോയിലൊക്കെ. ദർ മെയ്ഡപ്പ് ഓഫ് ഡസ്റ്റ്, ഗ്യാസ്, റോക്ക്, ഐസ്, ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ആ കോമറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ആസ് എ കോമറ്റ് അപ്രോച്ച് ക്ലോസ് ടു ദ സൺ, ഫ്രോസൺ ആയിട്ടുള്ള ഐസും കാര്യങ്ങളും എല്ലാം ഇവാപ്പറേറ്റ് ആവും. ഈ ഇവാപ്പറേറ്റ് ആകുമ്പോഴാണ് ഒരു ടെയിൽ ഷേപ്പിൽ ഇതാ ഇങ്ങനെ കാണുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മളെ കോമറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ. പിന്നെ ഒരു ഫേമസ് കോമറ്റ് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളത് ഹേലീസ് കോമറ്റ് ആയിരിക്കും. 76 വർഷം കൂടുന്തോറുമാണ് അത് അപ്പിയർ ചെയ്യുന്നത്. അവസാനമായിട്ട് അപ്പിയർ ആയത് 1986 ഹേലീസ് കോമറ്റ് അവസാനമായിട്ട് വന്നത്. ഇനി സണ്ണ്, എർത്ത്, 8 പ്ലാനറ്റ്സ്, മൂണ്, അവരുടെ എല്ലാ മൂൺസും, ആസ്റ്റീരോയിഡ്സ്, കോമറ്റ്സ് എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമറ്റിനെ നമ്മൾ ധൂമകേതു എന്ന് പറയും. പിന്നെ ട്രൈബിൽ ഓരോരോ പേരുണ്ട്, പുച്ഛ്യ താരോ, സെന്ധ്യ താരോ എന്നൊക്കെ പറയും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ നമ്മുടെ മിൽക്കി വേ ഉണ്ട്. മിൽക്കി വേ എന്താണ് അറിയാലോ? മിൽക്കി വേ ഗാലക്സിയിലാണ് നമ്മളെ സോളാർ സിസ്റ്റം ഒരു പാർട്ടായിട്ടുള്ളത്. അവർ സോളാർ സിസ്റ്റം ഈസ് എ പാർട്ട് ഓഫ് മിൽക്കി വേ ഗാലക്സി. മിൽക്കി വേ ഗാലക്സീസിൽ ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, സിമ്പിളാണ്. അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, ലഡാക്കിൽ തന്നെയാണ് ഈ ഫോട്ടോ എടുത്തേക്കുന്നത്. കണ്ടോ, ലഡാക്കിൽ അടിപൊളിയായിട്ട് ഇതൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും അവിടെ തന്നെ പോകുന്നത്, ലഡാക്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂടാ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ആയി. എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലെ സയൻസിലെ എല്ലാ ചാപ്റ്ററും ഇതോടെ കൂടെ കംപ്ലീറ്റ് ആയെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ പോയാൽ കിട്ടും, ഡൗൺലോഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.